ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അത്തം ദിവസത്തെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ വ്ളോഗുകൾ വല്ലാതെ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റേതായ ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും, നിങ്ങളതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പൂക്കളൊക്കെ തേടിയിട്ടുള്ള നടപ്പാണ്. എത്രത്തോളം പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ വിരിഞ്ഞ് കാണാനുണ്ട്. നമ്മുടെ വീട്ടിലെ ആമ്പലൊക്കെ ഇതേ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തെച്ചിയും അതുപോലെ കാക്കപ്പൂവും അങ്ങനെ തുടങ്ങി ജമന്തി കൂടെ നമുക്ക് ഇപ്രാവശ്യം ഓണത്തിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂത്തറ കുറച്ച് ഉണക്കം കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചാണകം മെഴുകുമ്പോൾ കവർ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ നമ്മൾ എന്തായാലും കവറൊക്കെ അഴിച്ച് കളഞ്ഞ് കൈകൊണ്ട് തന്നെ നമ്മുടെ പണി തുടർന്നു. നമുക്ക് ചാണകത്തിനോട് വലിയ അറപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്തായാലും നല്ല വൃത്തിയായിട്ട് തന്നെ ചാണകം മെഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തറ നല്ലോണം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് എന്തായാലും അത്യാവശ്യം വെയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് അടുത്ത ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്കും സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ തറയൊക്കെ ഇതാ നന്നായിട്ട് മെഴുകി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പൂക്കൾ പറിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത്തത്തിൻ്റെ കളത്തിൽ തുമ്പപ്പൂവിനാണല്ലോ പ്രാധാന്യം കൂടുതലുള്ളത്. തുമ്പ വച്ചിട്ടാണ് നമ്മൾ അധികം തുടങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ തന്നെ തുമ്പേനൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുക്കുറ്റിയും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെടികളിൽ നിന്ന് ആവശ്യത്തിനുള്ള പൂക്കളും അതുപോലെ കുഞ്ഞു തലകളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂക്കളം വലിയ വലുപ്പത്തിലുള്ളത് ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഒരു ചേമ്പിൻ്റെ താളിൻ്റെ ഇലയിലൊക്കെ പറിച്ചു കൊണ്ടുവന്നു. പിന്നെ കൂട്ടത്തിൽ നമ്മൾ തുളസി കതിരും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ തുളസി ഈ സമയമാകുമ്പോഴത്തേനും വല്ലാതെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും 1-2 കതിരൊക്കെ കിട്ടി. വീട്ടിലുള്ള കുറച്ച് ശംഖുപുഷ്പം കൂടെ പറിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ അത്തക്കളം ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ നടുക്കായിട്ട് നമ്മൾ വെക്കുന്നത് നമ്മുടെ തുളസി കതിരാണ് കേട്ടോ. അപ്പോൾ തുളസി കതിര് കുറച്ച് ഇലയും കൂടെ കൂട്ടിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ തുമ്പ വെച്ചിട്ട് ഇട്ട് തുടങ്ങുകയാണ്. അപ്പോൾ തുമ്പ പൂക്കളായിട്ട് ആദ്യം എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തുമ്പ കതിരോട് കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? നിങ്ങളൊക്കെ ആദ്യത്തെ ദിവസം എല്ലാ പൂക്കളും ഉപയോഗിച്ചിട്ടാണോ പൂക്കളം ഇടുന്നത്? വീട്ടിലൊക്കെ ധാരാളം പൂക്കളുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞ് തുമ്പപ്പൂക്കളൊക്കെ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പൂക്കളൊക്കെ കിട്ടാൻ നമുക്ക് ഇത്തിരി പ്രയാസമാണ് ഈ ഭാഗങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ വെള്ള ശംഖുപുഷ്പം ഇക്കുറി നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് പൂക്കുന്നത്. ഇതുവരെ നമ്മുടെ വീട്ടിൽ ഈ പൂവ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷമൊക്കെ ധാരാളം നീല കളറിലുള്ള ശംഖുപുഷ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുണ്ടായിട്ടില്ല. പകരം കറക്റ്റായിട്ട് ഈ പൂവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതും ഒത്തിരി വിരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുവോണമൊക്കെ ആവുന്ന സമയത്തേക്ക് നമുക്ക് ധാരാളം പൂക്കൾ എന്തായാലും കിട്ടും. ഇനി നമ്മൾ തുമ്പച്ചെടികളിലെ തലപ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പ ഇതുപോലെ മുഴുവനായിട്ടും ചെടി പറിച്ചെടുക്കരുതെന്നൊക്കെ പറയും. അവസാന ദിവസമാണ് പറിക്കുക എന്നുള്ളത്. ഞങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ കുഞ്ഞു കളം അവസാനിപ്പിക്കാനായി ഇനി കുറച്ച് മുക്കുറ്റിപ്പൂവും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദശപുഷ്പങ്ങളിൽ പെടുന്ന മുക്കുറ്റിയും ഒക്കെയാണ് നമ്മൾ ആദ്യത്തെ ദിവസം ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ മുക്കുറ്റിയോടുകൂടെ നമ്മുടെ ഈ കുഞ്ഞ് അത്തപ്പൂക്കളം ഇവിടെ നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ധാരാളം പൂക്കൾ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളങ്ങളൊക്കെ ഉണ്ടാക്കണം. നമ്മളിവിടെ പൂക്കൾ വാങ്ങുന്നത് കുറവാണ്. എപ്പോഴും നാടൻ പൂക്കൾ കൊണ്ടിട്ടുള്ള പൂക്കളങ്ങളാണ് കൂടുതലും ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു പൂക്കളം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പൂക്കളം അവസാനിപ്പിച്ച നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ വിളക്ക് കത്തിച്ച് വെക്കുക, ചന്ദനത്തിരി വെക്കുക, അങ്ങനത്തെ കുഞ്ഞു പരിപാടികളാണ്. ഞങ്ങൾ എന്തായാലും പൂജാമുറിയിൽ നിന്ന് ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് നമ്മളിതിന് നടുക്കായിട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലവർ കിണ്ടിയും അതുപോലെ വിളക്കും ചന്ദനത്തിരിയൊക്കെ അടുത്ത് കത്തിച്ച് വെക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളത് ഒന്ന് താഴെ പറയണേ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ 10 ദിവസം നമ്മുടെ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂടെ ലൈക്കും ഷെയറും. അപ്പോൾ എന്തായാലും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പായി. നമ്മൾ കഴിച്ച് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും.